ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വീറ്റ് ബനാന ജാഗറി കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ശർക്കരയും എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. നമുക്കിത് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. ഞാനിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 1/4 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. ഈ നേന്ത്രപ്പഴം അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ആ ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഞാനിതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർക്കാം. ഓയിൽ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പഴവും ശർക്കരയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ശർക്കര നമ്മൾ എടുക്കുമ്പം ആ ശർക്കരയുടെ മധുരം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം. ചില ശർക്കരയ്ക്ക് നല്ല മധുരം ഉള്ളതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്കുള്ള മധുരം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന പഴത്തിന് നല്ല മധുരമാണെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന മധുരത്തിൻ്റെ അളവനുസരിച്ച് കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്ററും കൂടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ആൽമണ്ടും പിസ്താച്ചിയോയും ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ചേർക്കുന്നത്. ഇനി നട്ട്സ് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇതൊന്നും ചേർക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓയിൽ പുരട്ടിയിരിക്കുന്ന ഒരു മോൾഡിലേക്ക് ഞാൻ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സ് വയ്ക്കുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പം നമ്മുടെ വീറ്റ് ബനാന ജാഗറി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മളിതിലേക്ക് മൈദയും ഷുഗറും ഒന്നും ചേർത്തിട്ടില്ല. അതിന് പകരം നമ്മൾ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു കേക്ക് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.